പുരാണ കീടം എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ പൊടിയും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ചോറും കൂടെ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുന്നതാണ്. ഈ ചോറില്ലെങ്കിൽ നാദം കേൾക്കുക, ചുമ്മാ ബും കേൾക്കുമോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീഡിയോകളിലൊക്കെ സുപരിചിതനായ ഇതിഹാസ താരം കാവങ്കണ്ടൻ ജയനാശാൻ എന്ന് വിളിക്കപ്പെടുന്ന ജയദീപ് കുന്നത്തൂരിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം രാവിലെ എന്തോ പണിയിലേക്കാണെന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹത്തോട് എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കാം. ആശാനെ, രാവിലെ എന്താ പരിപാടി? ജാതിക്ക പൊഴിഞ്ഞു വീണ് കിടക്കുന്നുണ്ടല്ലേ, അത് പെറുക്കിയേക്കാനുമുണ്ടോ? ആണോ? അത് പെറുക്കിയിട്ട് എനിക്കൊരു വഴിക്ക് പോകാനുണ്ട്. അന്നേരമാണ് ഞാനിപ്പോൾ ഇത് കണ്ടത്. അപ്പം നമ്മുടെ കാർഷിക വിഭവങ്ങളല്ലേ ഇത്, കാർഷിക ആദായമല്ലേ. അപ്പോൾ ഇത് പെറുക്കി കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങ് പോയേക്കാന്ന് വെച്ചു. കാര്യം പറഞ്ഞാൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് ഇറങ്ങി തിന്നാലിരുന്നപ്പോഴാണ് ഇത് കണ്ടത്. ധാരാളം പൊഴിഞ്ഞിടപ്പുണ്ടല്ലോ. ധാരാളം പൊഴിഞ്ഞിടപ്പുണ്ട്. KSRTC ആശാനെ സസ്പെൻഡ് ചെയ്ത സമയത്ത് ആശാൻ പറഞ്ഞിരുന്നു, എൻ്റെ തോട്ടത്തിലെ ജാതിക്ക പറക്കി വിറ്റ് എനിക്ക് ജീവിക്കാൻ ഉള്ള വകയുണ്ട്. അപ്പം അതിനുള്ള ജാതിക്ക കിട്ടുന്നുണ്ടോ? ജാതിക്കയുടെ സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്. ഈ മഴക്കാലത്ത് 10 പൈസ കിട്ടുന്ന കേസാണ് ജാതിക്ക. ഇത് കണ്ടില്ലേ, കിടക്കുമ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ, അത് പെറുക്കി എടുക്കണം നേരം പോലെ വന്നിട്ട്. ഇപ്പോൾ ഈ മുറ്റത്ത് കിടക്കുന്നത് അങ്ങ് കണ്ടപ്പോൾ പെറുക്കിയില്ലതേലേ വല്ല വണ്ടിയും വന്ന് കയറി അത് പൊട്ടിപ്പോകുകയല്ലേ, അതുകൊണ്ട് അങ്ങ് പെറുക്കി വെച്ചേക്കാന്നും കൊണ്ടാണ്. അല്ലെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങിയതായിരുന്നു, പാലാ വരെ പോകാൻ ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ടാണ് ഈ വെൽ ഡ്രസ്സിൽ നിൽക്കുന്നത് നിൽക്കുന്നത്. അന്നേരം ഇത് കണ്ടത് ഒരു കൃഷിക്കാരനല്ലേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ, ഒരു കാർഷിക ഉൽപ്പന്നം ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ. അപ്പം ഞാൻ വന്നത് ഒരുപക്ഷെ നമ്മുടെ ഒരു 10ഓളം വീഡിയോകളിൽ ജയനാശാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇതിനു മുമ്പ് ഈ വീട്ടിലൊന്നും വരാൻ സാധിച്ചിരുന്നില്ല. അപ്പം ആശാനെ ഈ വീടൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. അതോടൊപ്പം ആശാൻ ഒരു തബലിസ്റ്റാണെന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു. അതെ, ഞാൻ തബലിസ്റ്റാണ്. ഞാൻ 1992 മുതൽ 96 വരെ തബല പഠിച്ചു. തബല പഠിച്ചത് പാലാ രാഗമാലിക നൃത്ത സംഗീത വിദ്യാലയത്തിലാണ് പഠിച്ചത്. എൻ്റെ ആശാൻ പൊന്നുകുന്നം ലാൽ സാറാണ്. പിന്നെ 1996 മുതൽ 2005 വരെ കടനാട് സെൻറ് അഗസ്റ്റിൻസ് ചർച്ചിലെ തബലിസ്റ്റായിരുന്നു ഞാൻ. ചർച്ച് കൊയറിൽ അനേകം വിവാഹ കൊയറിലും പിന്നെ പെരുന്നാളിന് ഒക്കെയുള്ള ചർച്ച് കൊയറിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അതിലെ ഇലക്ട്രോണിക്സ് യുഗം വന്ന് ഇപ്പോൾ കരോക്കെ ഇട്ടാണ് പാടുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ചാൻസ് പോയി. എന്നാലും ഞാൻ ഭക്തിഗാന സുധകളിൽ പിന്നെ അയ്യപ്പ സീസൺ വരുമ്പം ഓരോ വീടുകളിലൊക്കെ ഭജനയുണ്ട്. അപ്പം അങ്ങനെ ഭജനയ്ക്കൊക്കെ പോകാറുണ്ട് ഇപ്പം. ആശാനെ, ഈ രൂപങ്ങളൊക്കെ എന്താ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് കൊക്ക, അത് അരയന്നം, അത് കുരങ്ങൻ, പിന്നെ ഇത് ഫിഷർമാൻ്റെ ഭാര്യ, ഒരു മകന്. ഇതൊരു കുളം. ഫിഷർമാൻ മീൻ പിടിക്കാൻ വന്നപ്പം മകനും മകളും ഭാര്യയും കൂടെ കൂട്ടത്തിൽ വന്നതാണ്. മനോഹരമല്ലേ ഈ കാഴ്ച കാണാൻ. എന്നാലേ നമുക്ക് ആശാന്റെ തബലയൊന്ന് പരിചയപ്പെടുത്തിയാലോ? തബലയുടെ കാര്യങ്ങളും പരിചയപ്പെടാൻ സാറിന് ഉദ്ദേശമുണ്ടോ? ഉണ്ട്. സമയമുണ്ടോ? അല്ലെങ്കിൽ തിരക്കാണോ? എനിക്ക് 12 ആവും ചെന്നാൽ മതി പാലായില്. പക്ഷേ ഞാൻ എപ്പോഴും നേരത്തെ റെഡിയാവും. പിന്നെ ഞാൻ ഇവിടെ ടൗണിലെ വാർത്തകളും ഒക്കെ ഒന്ന് അറിഞ്ഞ് ചായക്കട കയറിയൊരു കാര്യം ഇവിടുന്ന് ചായ കുടിക്കുകയും കാപ്പി കുടിക്കുകയും ചെയ്തതാണെങ്കിലും നാട്ടു വർത്തമാനങ്ങൾ അറിയാൻ വേണ്ടി ചായക്കട കയറി ഒരു ചായയെ കുടിച്ച് എല്ലാവരോടും വന്ന് മിണ്ടിപ്പറഞ്ഞ് അങ്ങനെ എനിക്ക് 12 ആവുമ്പോൾ ചെന്നാൽ മതി. പക്ഷെ ഞാൻ നേരത്തെ ഇറങ്ങും. അങ്ങനെ ഒരു ശീലമാണ്. നമുക്ക് തബലയൊന്ന് പരിചയപ്പെടാം. പരിചയപ്പെടാം. എന്നാ വാ സാറേ, നമുക്ക് തബലയെ പറ്റി പരിചയപ്പെടാം. വാ, ഏത് വാ. ഇതന്നെ ആശാനെ ഈ വാച്ച് അഴിച്ചു കിട്ടുന്നേ? വാച്ച് അഴിച്ച് വലതുവശത്തെ കയ്യെ കിട്ടണം. തബലിസ്റ്റ്മാരെല്ലാം വാച്ച് വലത് കയ്യേലെ കിട്ടുന്നു. കാരണം എന്നു ചോദിച്ചാൽ ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് കൊണ്ട് ഈ കയ്യിലാണെങ്കിൽ ഈ വാച്ചിൻ്റെ ചെയിൻ്റെ ഇവിടം കൊണ്ട് ഇത് പറഞ്ഞു പോകും. ഇത് തോലാണ്. ഇത് ഈ കറുത്ത സാധനം പറഞ്ഞു പോകും. അതിന് ചോറെന്ന് പറയും. ഇത് ആട്ടിൻ തോലാണ്. ഇത് ചോറെന്ന് പറയും. ഈ ചോറ് കൊണ്ടാണ് ഈ നാദം കേൾക്കുന്നത്. ഈ ചോറെന്ന് പറയുന്നത് എന്ത് സാധനമാണ്? ഇത് പുരാണ കീടം എന്ന് പറഞ്ഞ ഒരു കല്ല് പൊടിച്ച് അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത്
തേച്ച് പിടിപ്പിക്കുന്ന സംഭവമാണ്. ഈ കല്ലിൻ്റെ പൊടിയും കല്ലിൻ്റെ പുരാണ കീടം എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ പൊടിയും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ചോറും കൂടെ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുന്നതാണ്. ഈ ചോറില്ലെങ്കിൽ നാദം കേൾക്കുക, ചുമ്മാ ബും ബും കേൾക്കുള്ളൂ. ഈ കാണുന്ന ഈ കുപ്പിക്കകത്ത് എന്താ ഇത് പൗഡറാണ്. ഇതിങ്ങനെ എടുത്ത് നമ്മൾ ഇങ്ങനെ ഇടണം. പിന്നെ നമ്മുടെ കൈവിരലേൽ ഒക്കെ ഇങ്ങനെ ഇടണം. എന്നാലേ അത് നാദം ശരിയാവുള്ളൂ. അതായത് ഇങ്ങനെ ഇങ്ങനെ ഓടിക്കണ കൈ ഓടണമെങ്കിൽ ഇവിടെ പൗഡർ ഇടണം. കൈ തെന്നാൻ വേണ്ടി അല്ലേ പൗഡർ ഇടുന്നത്. പൗഡർ ഇടും. ഈ ചുറ്റിക ചുറ്റിക കൊണ്ട് ഇതിന്റെ നാദം ശരിയാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇടിച്ച് നാദം ശരിയാക്കണം. നാദം ശരിയാക്കാനാണ് ഇത് ചുറ്റികയുടെ. അതായത് ടൈറ്റ് ആക്കണോ? ടൈറ്റ് ആക്കണം കേട്ടോ. നാദം മാറി നാദം ശരിയാക്കാനാണ് ചുറ്റികയുടെ. അത് ഇവിടെയും വരും. അങ്ങനെ ഇവിടെയും നാദം ശരിയാക്കാനായിട്ട് നമ്മൾ ചുറ്റികയുടെ ഉപയോഗം വരും. ചുറ്റിക ഇങ്ങനെ അടിക്കുമ്പോൾ അങ്ങനെ മുറും. അങ്ങനെയാണ് അതിനാണ് ചുറ്റികയുടെ ഉപയോഗം. ഇത് തവര മുറുക്കാനാണ്. ഈ കട്ട ഇങ്ങനെ വലിച്ചു വെക്കുമ്പം നമ്മൾ തവര മുറുകും. ടൈറ്റ് ആക്കാൻ നാദം മാറ്റാൻ. ഓരോ നാദത്തിനും വ്യത്യാസം. അത് ശ്രുതി. ഈ ഡഗ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് സാധനം കൊണ്ടാണ്? ഇത് സ്റ്റീലാ. സ്റ്റീൽ അല്ലേ? സ്റ്റീൽ പാത്രമാണോ? സ്റ്റീൽ ഒന്നെടുത്ത് കാണിച്ചത്. അതിന് പ്രത്യേക പാത്രം, ഒരു കുടം പോലെ അല്ലേ? പണ്ടിത് ചെമ്പിന്റെ ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ മൺകലത്തിൽ ഉണ്ടാക്കുമായിരുന്നു. ഈ തബല ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പ്ലാവിന്റെ ഭൂകാണ്ഡമാണ്. അതായത് നമ്മൾ പ്ലാവ് ഇങ്ങനെ ഭൂമിക്ക് നിരപ്പി വെട്ടി കഴിയുമ്പോൾ അതിന്റെ താഴോട്ടുള്ള കുറ്റിയില്ലേ, കുറ്റി കടഞ്ഞാണ് യഥാർത്ഥമായിട്ട് ഉണ്ടാക്കേണ്ടത്. ഇതിന്റെ അകം പൊള്ളയല്ലേ? ഇതിന്റെ അകം പൊള്ളയാണ്. ഈ വട്ടത്തില് അകം പൊള്ളയാണ്. അപ്പൊ അതിന് പുറത്തുള്ള ഈ ഇതെന്താ സാധനം? തോലോ? ഇത് ആട്ടിൻ തോലാണിത്. ഇത് ഈ അതിന് പുറത്ത് ഈ കാണുന്നത് ആട്ടിൻ തോല അല്ലേ? ആട്ടിൻ തോലാണ് ഈ സംഭവങ്ങൾ. ഈ വള്ളി പോലെ കാണുന്നത് എന്താ എലാസ്റ്റിക് അങ്ങനെ അല്ല, ഇത് പശുവിന്റെയോ പോത്തിന്റെയോ ഒക്കെ സംസ്കരിച്ച തോല. സംസ്കരിക്കുന്നതുകൊണ്ടാണ് ഇത് നല്ല വെളുത്ത് വരുന്നത്. കെമിക്കലൊക്കെ ചേർത്ത് ശുദ്ധി ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അല്ലെ പൊട്ടിപ്പോ. ഇത് ആടിന്റെ തോലാണ്. ഇതും ആടിന്റെ തോലാണ്. പിന്നെ ഇതിന്റെ ഇത് പ്ലാസ്റ്റിക് തിരികെയല്ലേ ഈ കാണുന്നത്? ഇത് തിരികെ നമ്മളിങ്ങനെ ഇത് കയറാണ്, കരിപ്പെട്ടി കയറാം. അപ്പൊ നമ്മളിത് ഇങ്ങനെ വെച്ചില്ല മറിഞ്ഞു. ഇത് വാങ്ങിച്ചിട്ട് എത്ര വർഷമായി? ഞാനിത് 1992 മേടിച്ചതാണ്. 92 മേടിച്ചത്. പിന്നെ ഇത് ഇടയ്ക്കെല്ലാം പൊട്ടിപ്പോവും. അന്നേരം എറണാകുളത്ത് ഒരു വീട്ടിലാണ് തബല ഉണ്ടാക്കുന്നത്. അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവിടെ കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് കെട്ടിക്കിടും. ആശാനെ, ഇപ്പം ആശാന്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി വരിക പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ആദ്യമേ എന്ത് പാഠമാ ആ വിദ്യാർത്ഥിയോട് ആശാൻ പറഞ്ഞു കൊടുക്കുന്നത്? ആദ്യം വിദ്യാർത്ഥിയെ ഇതെന്താണെന്ന് പഠിപ്പിക്കുകയാണ്. ഇതിന് തബല എന്ന് പറയും. തബല. ഇതിന് ഡഗ് എന്ന് പറയും. ഡഗ്ഗ. തബലയും ഡഗ്ഗയും കൂടെ ഒന്നിച്ച് വായിക്കുമ്പോഴേ നാദം ശരിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് തൃത്താല അഥവാ തീന്താൾ എന്ന് പറയും. തൃത്താല എന്നാണ് ആദ്യത്തെ അധ്യായത്തിന്റെ പേര്. അതിനകത്തെ ചൊല്ലുകൾ ദാ ദിൻ ദിൻ ദ ദാ ദിൻ ദിൻ ദ ദ തിൻ തിൻ ദ താ ദിൻ ദിൻ ദ അതാണ്. അപ്പൊ അതിൽ ദ എന്ന് പറയുന്നത് ഈ വിരൽ ഇങ്ങനെ ഇരിക്കണം. ഇവിടെ നമ്മൾ ഇങ്ങനെ അടിക്കുകയും ഇവിടെ ഈ നടുവിരലിന് ഇങ്ങനെ ഒന്ന് തോണ്ടുകയും ചെയ്യുമ്പോഴാണ് ദായാകുന്നത്. നമ്മുടെ ശബ്ദം നമ്മൾ പറയുന്ന പോലെ തന്നെയല്ലേ നോക്കണം. ഇനി ദിൻ ദ ദിൻ ദിൻ ദ ദ ദിൻ ദിൻ ദ ദ ദിൻ ദിൻ ദ ദ ദിൻ ദിൻ ദ ദ ദിൻ ദിൻ ദ. അത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ എത്ര ഇമ്പമായിട്ട്
സാറിന് കേൾക്കാമെന്ന് കേട്ടോ. അങ്ങനെ അത് വളരെ ഇപ്പം ഇമ്പായിട്ട് കേട്ടില്ലേ. അതിന്റെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഇത്ര ഇതാണ്. ദാ ദിൻ ദിൻ ദാ, ദാ ദിൻ ദിൻ ദാ, ദാ ദിൻ ദിൻ ദാ, ദാ ദിൻ ദിൻ ദാ. അതാണ് ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത്. തൃത്താല കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കണേ. അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞ കായിക എന്ന് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. എന്നതാ? കായിക. 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 ആ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പഠിപ്പിക്കുന്നത് ദില്ലി കായിക. ദില്ലി കായിക വരെ ആകുമ്പോഴത്തേനും ഒന്നും അറിയത്തില്ലാത്ത ഒരു കൊച്ചു വന്ന് ദില്ലി കായിക വരെ ആകണമെങ്കിൽ 1.5-2 വർഷം എടുക്കും. 2 വർഷം എടുക്കും. ആ, പിന്നെ പൂരബ് ഒരു 6 മാസം എടുക്കും. ദില്ലി പൂരബ് അത് ഒരു 6 മാസം എടുക്കും. പിന്നെ പേഷ്കാർ കഴിഞ്ഞാൽ അവൻ ഓക്കെ ആയി. പേഷ്കാർ ഇത്രയും സംഭവം ഒന്നും അറിയാത്തില്ലാത്ത ഒരു സ്റ്റുഡൻറ് വന്ന് പഠിച്ച് പോകണമെങ്കിൽ 4 വർഷം എടുക്കും. ആശാൻ എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? ഞാൻ പാല രാഗമാലിക നൃത്തസംഗീത വിദ്യാലയത്തിൽ 92 തൊട്ട് 96 വരെ പഠിച്ചു. അതിനോടകം ആശാന്റെ വീട്ടിൽ ചെന്ന് സ്പെഷ്യലായിട്ട് ചില ഐറ്റംസ് ഒക്കെ ആശാൻ നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ സ്പെഷ്യലായ ഐറ്റം പഠിപ്പിച്ചാൽ അത് നമ്മൾ പഠിക്കുകയും ചെയ്താലേ നമുക്ക് ഈ ഗാനങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ശാസ്ത്രീയം കാര്യങ്ങളാണ് ഈ തൃത്താല, കായിക, ദില്ലി കായിക, പൂരബ്, പേഷ്കാർ, ഇതൊക്കെ ശാസ്ത്രീയ കാര്യങ്ങളാണ്. പക്ഷെ പാട്ടിന് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആശാന്മാർ പ്രത്യേകം അനുഗ്രഹിച്ച് നമ്മളെ അടുത്തിരുത്തി അത് വേറെ സംഭവങ്ങളാണ്. അത് ശാസ്ത്രീയമായുള്ള പഠനം അത് രണ്ടും രണ്ടാണ്. പല പാട്ടിനും പലതരത്തിലുള്ള താളങ്ങളാണല്ലോ. അതെ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ? അത് ആദ്യ താളത്തിലുള്ള പാട്ടുണ്ട്, അതായത് 4/4 എന്ന് പറയും. രൂപക താളത്തിലുള്ള പാട്ടുണ്ട്, പിന്നെ ത്രിപുട താളത്തിലുള്ള പാട്ടുണ്ട്, പിന്നെ 6/8 എന്ന് പറഞ്ഞ ഒരു താളത്തിലുള്ള പാട്ടുണ്ട്. അപ്പം അങ്ങനെ പല പല താളത്തിലുള്ള പാട്ടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ ഓരോ താളത്തിലുള്ള പാട്ടിനും ഓരോ താളത്തിലുള്ള കൊട്ടാണ് കൊട്ടുന്നത്. ആശാനെ, ഈ കടനാട് പള്ളിയിലെ ചർച്ച് കൊയറിലുണ്ടായിരുന്ന ആളാണ്. കാവുകണ്ടം പള്ളിയിലും ഉണ്ടായിരുന്നു, കടനാട് പള്ളിയിലും ഉണ്ടായിരുന്നു. പിന്നെ ഐക്കുമ്പ് പാറേക്കാവ് ദേവീക്ഷേത്രത്തിലെ ഭജന സംഘത്തിലെ തബലിസ്റ്റായിരുന്നു. അപ്പം ഈ നമ്മുടെ പള്ളിയിലെ 1-2 പാട്ടിൻ്റെ വരികൾ പാടി കൊട്ടി കേൾപ്പിച്ചു തരാമോ? ഇപ്പം കൊട്ടിയ ഈ പാട്ടിന്റെ താളം ഏതാ? അന്നാ പെസകാട്. അത് 3/4 എന്ന് പറയും. രൂപക താളം 3/4 എന്ന് പറയും. അടുത്ത താളത്തിലുള്ള ഒരു പാട്ടും കൂടെ കൊട്ടി കേൾപ്പിക്കാം. കേൾപ്പിക്കാലോ? ഇതേത് താളോ? ഇത് ആദ്യ താളം. കുർബാന ഗീതത്തിലെ ഏറ്റവും ആകർഷകമായിട്ട് തോന്നുന്ന ഒരു ഗാനമാണ് വിശ്വാസ പ്രമാണത്തിലൊരു പാട്ട്, പാട്ട് കുർബാനയിൽ. അപ്പോൾ ആ ഗാനം ഒന്ന് ആലപിച്ച് ഒന്ന് കൊട്ടി കേൾപ്പിക്കാം. എനിക്ക് അതിന്റെ വേർഡ്സുകൾ കൃത്യം അറിയത്തില്ല, കാരണം നമ്മളൊരു തബലിസ്റ്റ് അല്ലേ, അതിന്റെ വേർഡ്സുകൾ ശ്രദ്ധിക്കാറില്ല. അതിന്റെ ഈണം അറിയാം. ലാ 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 ലാ. കുർബാനയിൽ പല തരത്തിലുള്ള ഈണത്തില് അച്ഛന്മാർ പാടുന്നത് കേൾക്കാം. ഒന്ന് ചിലപ്പോൾ നീട്ടി അല്ലെങ്കിൽ കുറുക്കി. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ആശാൻ പറയാം. അതിനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ
നമ്മുടെ സാധാരണ കുർബാനയ്ക്ക് തൂയെ കുർബാന എന്ന് പറയുന്നത്. തൂയെ കുർബാനയിൽ ഇപ്പൊ ഞാൻ കർത്താവേ മമ രാജാവേ വായിച്ച് കേൾപ്പിക്കാം. കർത്താവേ മമ രാജാവേ പാടും നിൻപുകളെന്നും ഞാനും സകലേശാവിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതും. ഇനി തദേവൂസ് അരവിന്ദത്തുണ്ട്. ഫാദർ തദേവൂസ് അരവിന്ദസ് എന്ന അച്ഛൻ സംഗീതം നിർവഹിച്ച ട്യൂണുണ്ട്. ആ ട്യൂണിൽ കർത്താവേ മമ രാജാവേ പാടി കേൾപ്പിക്കാം. അന്നത്തേനും താളവും മാറുകയാണ്. കർത്താവേ മമ രാജാവേ പാടും നിൻപുകളെന്നും ഞാൻ സകലേശാവിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതും. ഇനി കർത്താവേ മമ രാജാവേ ചങ്ങനാശ്ശേരി ട്യൂൺ എന്ന് പറഞ്ഞ ട്യൂണുണ്ട്. അതില് പാടി കേൾപ്പിക്കാം, പൊട്ടി കേൾപ്പിക്കാം. ആശാൻ ഈ ഭക്തിഗാന സുതകളിൽ കൊട്ടാൻ വേണ്ടി പോയതായിട്ട് പറഞ്ഞു. അപ്പം ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അപ്പം ഏതൊക്കെ പാട്ടിന് കൊട്ടിയിട്ടുണ്ടെന്ന് പറയാമോ? അപ്പം ഞാൻ അയൻകൊമ്പ് പാറേക്കാവ് ദേവീക്ഷേത്രത്തിലെ തബലിസ്റ്റായിരുന്നു. നേരത്തെ കടനാട് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രഘുചേട്ടനായിരുന്നു ഗായകൻ. രഘുചേട്ടനായിരുന്നു അതിൻ്റെ ആ ട്രൂപ്പിൻ്റെ ഒളിഞ്ഞോൾ ആള്. അപ്പോൾ രഘുചേട്ടന് നമ്മളെ വേർപിരിഞ്ഞ് പോയി. രഘുചേട്ടൻ്റെ കെയർ ഓഫിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അംബിക ഭജന സംഘം എന്നായിരുന്നു ഞങ്ങളുടെ ഭജന സംഘത്തിൻ്റെ പേര്. അങ്ങനെ അയ്യമ്പ് പാറേക്കാവ് ദേവീക്ഷേത്രത്തിൽ ഭജനയ്ക്ക്, അതായത് ഭക്തിഗാനസ്തുതിക്ക് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ രഘുചേട്ടൻ്റെ കെയർ ഓഫിൽ ജനുവരി മാസങ്ങളിൽ പാലാ സ്റ്റേഡിയത്തിൽ ഹിന്ദു മഹാസമ്മേളനം നടത്തപ്പെടുമായിരുന്നു. അപ്പോൾ ഹിന്ദു മഹാസമ്മേളനത്തിന് രഘുചേട്ടൻ്റെ കെയർ ഓഫിൽ അവിടെ ഭജനയ്ക്ക്, അതായത് ഭക്തിഗാനസ്തുതിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഭക്തിഗാനസുധ മത്സരങ്ങൾ തന്നെ ഹിന്ദു മഹാസമ്മേളനത്തിന് പാലാ സ്റ്റേഡിയത്തിൽ നടന്നു. അപ്പോൾ ഞങ്ങൾ അംബിക ഭജന സംഘത്തിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. കൂടാതെ ഞാൻ മുരിക്കുംപുഴ മുരിക്കുംപുഴ ക്ഷേത്രത്തിൽ ഞാൻ ഭക്തിഗാനസ്തുതിക്ക് പോയിട്ടുണ്ട്. കെ വീരമണി എന്ന ഗായകൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ഞാൻ ഗാനമേളകളിൽ പാടാറുമുണ്ട്. ആ പള്ളിക്കെട്ട് നമുക്ക് പാടിക്കൊണ്ട് രണ്ടിലേയും കൊട്ടാം, അല്ലേ? ആയിക്കോട്ടെ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ലിംഗാഭിഷേകം സ്വാമിക്ക്, കർപ്പൂരദീപം സ്വാമിക്ക്, അയ്യപ്പന്മാർ കൂടിക്കൊണ്ട് അയ്യപ്പനാടി ചെന്നിടുവാൻ ശബരിമലയ്ക്ക് ചെന്നിടുവാൻ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. പല ആളുകളെ ശാസ്ത്രീയ സംഗീതം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പം അതിലെ ഒരു പാട്ട് കൊട്ടി പാടാം. ശാസ്ത്രീയ സംഗീതത്തിലെ പ്രധാനപ്പെട്ട ഒരു കുട്ടി ഞാൻ കേൾപ്പിക്കാൻ വളരെ ഇമ്പമുള്ളത് കേൾപ്പിക്കാം. ഇപ്പം നമ്മുടെ പള്ളിയുടെയും അമ്പലത്തിൻ്റെയൊക്കെ ഒരു പാട്ട് പാടി. ഇനി നമുക്കേ ഒരു മുസ്ലിം ഗാനം ആലപിക്കാമോ? ഓക്കെ. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ എല്ലാരും എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.